നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആപ്പിൾ എന്ന മൾട്ടി ബില്യൺ ഡോളർ കമ്പനിയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറയുന്ന ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മേക്കാൾ സമർത്ഥരല്ലാത്ത ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ലോകത്തിലെ പല മാറ്റങ്ങളും വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ നോക്കിയാലും പണക്കാരനെ എടുത്ത് നോക്കിയാലും ഇവർക്ക് രണ്ടുപേർക്കുള്ള സമയം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പക്ഷേ അവർ എങ്ങനെ ഈ സമയത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് അവരുടെ റിയാലിറ്റി മാറുന്നത്. ടൈമിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിങ് ഉപയോഗിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ടെക്നിക്ക്, ഇത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു ടെക്നിക്കാണ്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ ഒരു ടെക്നിക്കിന് വേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലാണ് നമുക്കത് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് അതൊന്നുകൂടി ഞാൻ പറയാണ്. അതായത് നമ്മുടെ ഈ ശരീരത്തിൽ കുറേയധികം എനർജി ഫ്ലോസ് അല്ലെങ്കിൽ എനർജി ചാനൽസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നാഡികൾ. അതിൽ നമ്മുടെ ആ ഒരു ബ്രീത്ത്, ആ പ്രാണൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 നാഡികളാണുള്ളത്. അതിൽ ഇടതുഭാഗത്തുള്ളത് ഇതിനെ പറയുന്ന പേരാണ് ഇട. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഈട എന്ന് പറഞ്ഞതിന് പലരും തിരുത്തിക്കൊണ്ടുള്ള കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി വലതേ സുഷിരത്തിൽ കൂടെ, അതായത് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ വലതേ സുഷിരത്തിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന നാഡി എന്ന് പറയുന്നത് പിങ്കള എന്ന് പറയുന്ന ഒരു നാഡിയാണ്. അപ്പോൾ ഇടതുഭാഗം, പിങ്കള വലതുഭാഗം, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് ചില മോമെൻറ്റ്സിൽ നമ്മുടെ ഈ ഇടനാടി മാത്രമായിരിക്കും ആക്റ്റീവ് ആവുക, ചില മോമെൻറ്റ്സിൽ നമ്മുടെ പിങ്കളനാടി മാത്രമായിരിക്കും ആക്റ്റീവ് ആവുക, ചില മോമെൻറ്റ്സിൽ മാത്രമാണ് ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുക, അതായത് നമ്മുടെ സുഷുമ്ന നാഡി ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓരോ നാഡികൾ ആക്റ്റീവ് ആവുമ്പോൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇടനാഡി ആക്റ്റീവ് ആവുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. പിങ്കളനാഡി ആക്റ്റീവ് ആവുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ടാവും. അതുപോലെ സുഷുമ്ന നാഡി ആക്റ്റീവ് ആവുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതാണ് ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഏത് നാഡിയാണ് ആക്റ്റീവ് ആവണേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യുക? ഒന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വിരൽ മാത്രം ഈ പറയുന്ന ലെഫ്റ്റ് നോസ്ട്രലിന് താഴെ വെച്ചിട്ട് നോക്കാം, അതുപോലെ റൈറ്റ് നോസ്ട്രലിൽ വെച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ 2 കൈയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഏത് കയ്യിലാണോ നമുക്ക് ആ ഒരു എയറിൻ്റെ പാസേജ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ചില മൊമെൻറ്റ്സിൽ ഇത് രണ്ടും ആക്റ്റീവ് ആവും. ഇവിടെ ഈ ഒരു ഇട പിങ്കള എന്നുള്ള പേരിനേക്കാളും ആ ഒരു പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു തലത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇടനാടിയാണ് ആക്റ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുക, അതായത് ഈ ലെഫ്റ്റ് നോസ്ട്രിൽ. ഈ ഒരു മൊമെൻറ്റിൽ നാം കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ വിഷ്വലൈസേഷൻ ആയിരിക്കണം. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അതൊരു മൂവി രൂപത്തിൽ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങളാവാം. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വളരെ നല്ലൊരു റിച്ച് പേഴ്സൺ ആവണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. എനിക്ക് കുറേ ആളുകളെ സർവ് ചെയ്യുന്ന, കുറേ അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാവണം, അത് വേറൊരു ആഗ്രഹമാണ്. എനിക്ക് നല്ലൊരു കാറ് മേടിക്കണം, അതെൻ്റെ വേറൊരു ആഗ്രഹമാണ്. എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ വേണം. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം തന്നെ ഈ ഒരു ഇമാജിനേഷനിൽ, ഈ ഒരു മൂവിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ആകെ കൂടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇടനാടിയാണ് ആക്റ്റീവ് ആവണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഇടനാടി ആക്റ്റീവ് ആവുന്ന മൊമെൻറ്റ്സിലെല്ലാം തന്നെ ഈ ഒരു ഇമാജിനേഷൻ, ഈ ഒരു മെൻ്റൽ മൂവി ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്ലേ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഈ മൊമെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ ആ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇമാജിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വളരെ റിച്ച് മാൻ ആണ്, അതിപ്പോൾ നല്ല വലിയൊരു വീട്, ആ ഒരു വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇനി എൻ്റെ കൂടെ എൻ്റെ ലൈഫ് പാർട്ട്ണർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച എൻ്റെ നല്ലൊരു ലൈഫ് പാർട്ട്ണർ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ എന്ത് ആഗ്രഹങ്ങളാണോ അതെല്ലാം തന്നെ ബണ്ടിൽ ചെയ്തിട്ടുള്ള, എല്ലാം കൂട്ടി വെച്ചിട്ടുള്ള തരത്തിൽ ഒരു മൂവി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇടനാടി ആക്റ്റീവ് ആവുന്ന മൊമെൻറ്റിൽ ഇത് മാത്രം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, അതായത് വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ ഒരു മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടനാടി ആക്റ്റീവ് ആവണമെങ്കിൽ ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യണമെന്നുള്ളത് അങ്ങനെയല്ല.
അതായത് നിങ്ങളുടെ പ്രിഫറൻസസിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ഏതിനാണോ പ്രാധാന്യം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുക. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അറ്റ്ലീസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മൂവി പ്ലേ ചെയ്യുന്നതായിട്ടൊന്ന് അസ്യൂം ചെയ്യുക, ഒന്ന് വിചാരിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴൊക്കെ ഇടനാടി ആക്റ്റീവ് ആവുന്നു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾ കുറേ കൂടി അവയർനെസ്സിൽ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഒരു ബോധത്തിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കൂടെ കൂടെ പ്ലേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കത് കൂടുതൽ അതിലേക്ക് ഇൻട്രസ്റ്റ് വരും, അതിലേക്കുള്ള കൂടുതൽ ആകർഷണം തോന്നും. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിശപ്പാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടണം എന്നുള്ള ഒരു വിശപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഒരു അറിവാണ്. അതായത് ഇങ്ങനൊരു കാര്യം ഇതെനിക്ക് സംഭവിക്കും. അപ്പോൾ മനസ്സിൽ കൂടെ പറയാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ, അത് സംഭവിച്ചു എന്നും കൂടിയും മനസ്സിലേക്ക് പറയുക. അപ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസത്തിലേക്ക് കയറി വരാനായിട്ട് അത് വളരെയധികം സഹായിക്കും. അപ്പോൾ അങ്ങനെ ഇടനാടി ആക്റ്റീവ് ആവുന്ന സമയത്ത് എല്ലായ്പ്പോഴും അതിപ്പോൾ ചിലപ്പോൾ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഓരോ 90 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കാം. അങ്ങനെ എപ്പോഴൊക്കെ ഇത് ആക്റ്റീവ് ആവുന്നോ ആ മൊമെന്റ്സിലെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു മൂവി പ്ലേ ചെയ്യുക, അതിൽ അലിഞ്ഞു ചേരുക. അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഈസ് ഡൺ എന്നുകൂടിയും പറയുക. ഈ പറയുന്ന ഇടനാടി ആക്റ്റീവ് ആവുമ്പോൾ ഇമാജിനേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു മൂൺ എനർജി അല്ലെങ്കിൽ കുറേം കൂടിയും റിസപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ്. നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ ആകർഷണം വരുമ്പോൾ അത് കുറേം കൂടി നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു തരത്തിലുള്ള ഒരു മാഗ്നറ്റ് അത് പ്രവർത്തിക്കും. അപ്പോൾ ഇനി അടുത്ത ഈ പറയുന്ന പിങ്കളനാടി ആക്റ്റീവ് ആകുമ്പോൾ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞത് കുറേം കൂടിയും റിസപ്റ്റീവ് ആയിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജി ആണെങ്കിൽ ഈ പിങ്കളനാടി എന്ന് പറയുന്നത് സൺ എനർജിയാണ് അല്ലെങ്കിൽ മസ്കുലൈൻ എനർജിയാണ്. അതായത് എപ്പോഴും ഡൂ ചെയ്യുന്ന ആക്റ്റീവായി നിൽക്കുന്ന. അപ്പോൾ ആ മൊമെൻറ്റിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എന്താണോ അത് നാം ചെയ്യണം. ഇപ്പോൾ കുറേ അധികം പണമുണ്ടാക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആവണം എന്നുള്ളതാണെങ്കിൽ ഈ മൊമെൻറ്റിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ വൺ അറ്റ് എ ടൈം, അതായത് ഒരു കാര്യം ഒരു സമയത്ത് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ബിസിനസ് മാഗ്നറ്റ് ആവണം എന്നുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കുറേ അധികം റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എനിക്ക് കയ്യിൽ കാശ് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പല ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതൊരു പക്ഷേ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ആവാം, അല്ലെങ്കിൽ കയറി വരാൻ സാധ്യതയുള്ള പല ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റോക്കുകളായിരിക്കാം. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ലെങ്കിൽ ആ കാശ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സെൽഫ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല റിസർച്ച് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഗോൾ എന്താണോ അതിന് അലൈൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആക്ടിവിറ്റിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഗോളിലേക്ക്, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി മനസ്സിൽ പറയണം. ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ മീ. ഇത് എന്നിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്തിച്ചേരാനാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ അഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ സുഷുമ്നാ നാഡി ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സുഷുമ്നാ നാഡി ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേം കൂടി വളരെയധികം അവയർനെസ്സിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മൊമെൻറ്റിൽ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ കാലത്ത് ഉറങ്ങി എണീറ്റ് അപ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സുഷുമ്നാ നാഡി ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിലും സുഷുമ്നാ നാഡി ആക്റ്റീവ് ആക്കിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻ്റലിജൻസ് ഏറ്റവും പീക്കിലെത്തുന്ന ഒരു സമയം കൂടിയാണ് സുഷുമ്നാ നാഡി എന്ന് പറയാൻ സാധിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന സുഷുമ്നാ നാഡി ആക്റ്റീവ് ആവുന്നത് എന്ന് കരുതാവുന്നതാണ്. കാരണം വേറൊന്നല്ല, നമ്മുടെ ഇടതുഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് റൈറ്റ് ബ്രെയിനും അതുപോലെ നമ്മുടെ റൈറ്റ് ഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് ലെഫ്റ്റ് ബ്രെയിനും ആണെങ്കിൽ ഈ ഇടതുഭാഗവും വലതുഭാഗവും ചേർന്നിട്ടുള്ള, അതായത് ഈ രണ്ട് ഭാഗങ്ങളിലൂടെയും ശ്വാസം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ട് ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് രണ്ട് ബ്രെയിനും ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ കുറേ കൂടിയും ആക്റ്റീവായിട്ടുള്ള ഈ പറഞ്ഞ എക്സസൈസ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് വരാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ
ആ ഇമാജിനേഷൻ ഉപയോഗിച്ച് അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക. അതിനനുസരിച്ചുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതും ചെയ്യാം. ഇടനാടി ആക്റ്റീവ് ആകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും പിങ്കളനാടി ആക്റ്റീവ് ആവുന്ന കാര്യങ്ങളും രണ്ടും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുക. അതാണ് ഈ സുഷുമ്നാ നാഡി ആക്റ്റീവ് ആകുമ്പോൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ 100% വേഗത്തിൽ അല്ലെങ്കിൽ 100 ഇരട്ടി ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ അത്രയ്ക്കധികം ആക്റ്റീവ് ആകുമ്പോൾ, നമ്മൾ അത്രയ്ക്കധികം ഫോക്കസ്ഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷനായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടായേക്കാം. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ അതിൻ്റെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫേസുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പല ഫേസസിൽ കൂടെ അത് കടന്നു പോകും. അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് നത്തിങ്നെസ് ആണ്, ഒന്നുമില്ലായ്മ. ഒന്നുമില്ലാത്തതിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ എംപ്റ്റിനെസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ഫേസ് എന്ന് പറയുന്നതാണ് അവെയർനെസ് അല്ലെങ്കിൽ തിരിച്ചറിവ്. അപ്പോൾ ഈ എംപ്റ്റിനെസ്സിൽ നിന്ന് അല്ലെങ്കിൽ നത്തിങ്നെസ്സിൽ നിന്ന് അവെയർനെസ് ഉണ്ടാകുന്നു. ഇവിടെ നമ്മുടെ അവെയർനെസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചിന്തകളാണ് നമ്മുടെ അവെയർനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതങ്ങനെ നമ്മുടെ അവെയർനെസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവെയർനെസ്സിൽ നിന്ന് നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലേക്ക് അത് മാറും. നമ്മുടെ ബോധത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പോൾ അവെയർനെസ്സിൽ നിന്ന് ഈ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കണമെങ്കിൽ ആ ആഗ്രഹങ്ങളെ നമ്മുടെ ബോധത്തിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബീയിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് അത് വരാനായിട്ട് അത് നമ്മെ സഹായിക്കും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്കും ആ മൈൻഡ് വഴി നമ്മുടെ ബോഡിയിലേക്കും അത് കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലൂടെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ സഹായിച്ചത് ഈ ഓരോ സ്റ്റേജുകളാണ്. ഈ പറയുന്ന എംപ്റ്റിനെസ്സിൽ നിന്ന് നമ്മുടെ ഇമാജിനേഷൻസും നമ്മുടെ ആക്ടിവിറ്റീസും ഉപയോഗിച്ച് അവെയർനെസ്സിലേക്ക് വന്നപ്പോൾ ആ അവെയർനെസ്സിൽ നിന്ന് അത് നമ്മുടെ ബോധത്തിൽ എത്തിച്ചേർന്നു. ആ ഒരു ബോധം നമുക്കുണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രോഗ്രാമേ കിടക്കുകയും അങ്ങനെ ആ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ശരീരത്തിലൂടെ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് വളരെ സിമ്പിളായി തോന്നാം, പക്ഷേ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ടെക്നിക്ക് വളരെ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ലൈക്ക് രൂപത്തിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ രൂപത്തിലൂടെയോ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് രൂപത്തിലോ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് ഈ വീഡിയോ സഹായിക്കും. അപ്പോൾ ഇതുപോലെ കുറേ ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.